ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡായ കിഴിക്കരയിലാണ് നമ്മളുള്ളത്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടെന്ന് പറഞ്ഞ വികസനം ഇല്ലായ്മയും വെളിച്ചമെന്ന് പറഞ്ഞ വികസനവുമാണ്. ആ വികസനത്തെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ കിഴിക്കര 15ാം വാർഡിലാണ് നമ്മളുള്ളത്. താവുട്ടപ്പുറത്ത് നിന്നും ചങ്ങരംകുളത്തേക്ക് പോകുന്ന മെയിൻ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത്. 58 വർഷക്കാലമായി ഒരേ ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു വാർഡിന്റെ ഗതികെട്ട അവസ്ഥയാണ് ഇന്ന് നമ്മൾ തുറന്നു കാട്ടുന്നത്. 58 വർഷക്കാലമായി ഈ കിഴിക്കര വാർഡിൽ ഒരേ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വാർഡ് മെമ്പർമാരാണ് വന്നു പോയിട്ടുള്ളത്. ഈ നാടിന്റെ അവസ്ഥ ഇവിടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ഈ വാർഡിന്റെ അവസ്ഥ? ഈ വാർഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് 65 വയസ്സായിട്ടുണ്ട്. ഈ 65 വയസ്സിനിടക്ക് ഇവിടെ ഈ ഇടതുപക്ഷത്തിന് ആദ്യമായിട്ടാണ് ഈ ഒരു 5 വർഷം ഭരണം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഈ UDF തന്നെയാണ് ഇത്രയും കാലങ്ങൾ ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. വൺ സൈഡ് പ്രവർത്തനത്തിൽ കൂടെയാണ് ഈ വാർഡ് മെമ്പറുടെ എല്ലാ മെമ്പർമാരെയും UDFൻ്റെ മെമ്പർമാർ നീങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് ഈ LDFൻ്റെ ഒരാൾക്കും ഒരു നേട്ടങ്ങൾ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഇവർ വാങ്ങി തന്നിട്ടില്ല. അതൊന്ന് നാട്ടിൻ്റെ സ്ഥിതി ഇതാ. ഈ റോഡിൻ്റെ കാര്യം തന്നെ ഒന്ന് നോക്കൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കിഴിക്കര വാർഡിലെ എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അതെ അതെ അതെ. ഇവിടെ 56 കൊല്ലമായിട്ട് ഇവർ ഭരിക്കൽ തുടങ്ങിയിട്ട് ആലങ്കോട് പഞ്ചായത്ത് ഇതേവരെ വികസനം എന്താന്നുള്ളത് ഇവിടെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇത് കണ്ടില്ലേ, റോഡുകളൊക്കെ അവസ്ഥ കുളം പോലെയാണ് റോഡുകളൊക്കെ കിടക്കുന്നത്. ഇതുപോലെ പല റോഡുകളുടെയും അവസ്ഥ ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡായ കിഴിക്കര എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ ഉള്ളത്. നിലവിലെ ഈ വാർഡ് മെമ്പർ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഈ 10 വർഷം കൊണ്ട് ഈ വാർഡിനകത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾ? 15ാം വാർഡിന്റെ കാര്യമല്ലേ ഇപ്പൊ സംസാരിച്ചത്. ഞങ്ങളുടെ 14 ഇപ്പൊ 15ആയതാ. ഈ 15ാം വാർഡ് ഇപ്പോഴത്തെ 15ാം വാർഡിൽ 10 വർഷമായിട്ട് ഞങ്ങളുടെ മെമ്പർ ഉണ്ടല്ലോ. ആ മെമ്പർ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ട് എന്ന് പറയാൻ ഈ വികസനങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടാനും എല്ലാം പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാനും എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കണേ. പക്ഷെ ഞങ്ങളുടെ വാർഡിലേക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർക്ക് എന്നല്ലാതെ വേറെ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണ്ടേ, ഉണ്ടായിട്ടില്ല. ആ മെമ്പറാണ് ഇപ്പൊ ഈ 15 16 പോണ്. അവര് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയേണ്ടി വരും. അങ്ങനെയാണ്, അതാണ് അവസ്ഥ. ആ മെമ്പറുടെ അവസ്ഥ അതാണ്. അത് ആ ജനങ്ങൾ കണ്ടറിഞ്ഞോട്ടെ. നിലവിലെ 10 വർഷമായിട്ട് ഈ വാർഡ് മെമ്പർ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം വീട്ടിൽ കൊണ്ടുപോയി എന്നല്ലാതെ ഈ വാർഡിനകത്തേക്ക് ഒരു വികസന പ്രവർത്തനവും എത്തിച്ചിട്ടില്ല. ഒരു വികസനം എത്തിച്ചിട്ടില്ല. ശമ്പളം കറക്റ്റായിട്ട് വാങ്ങിക്കൊണ്ടുവന്നല്ലാതെ വികസനമോ ജനങ്ങൾക്കൊരു അനുകൂലമായ എന്തെങ്കിലും ഈ വാർഡിൽ കൊടുക്കുന്നില്ല. 10 വർഷമായിട്ടുണ്ടില്ല. അടുത്ത വാർഡിന്റെ ഒരു ദുരിത 16 15 വാർഡിലെ അവര് കണ്ടറിഞ്ഞില്ലേ കൊണ്ടറിഞ്ഞെന്നുള്ള കാര്യം ഒരു സംശയമില്ല. കിഴിക്കര വാർഡിനകത്തുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന ഒരു അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നിലവിലെ ഒരു ബോർഡ് പോലും മാറ്റിവെക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ വാർഡിനകത്ത് നടക്കുന്നത്. 10 വർഷക്കാലമായി ഒരു വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടും ഈ ഒരു ചെറിയ വഴി പോലും നവീകരിക്കാൻ ഒരു വാർഡ് മെമ്പർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ്. കിഴിക്കര വാർഡിലുള്ള അളിയൻ്റെ ചായക്കടയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വോട്ടർമാരോട് ഇവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിക്കാം. 10 വർഷക്കാലമായിട്ട് ഒരേ ഒരു വാർഡ് മെമ്പറാണ് സ്ഥിരമായിട്ട് 10 വർഷക്കാലമായുള്ളത്. ഈ 10 വർഷക്കാലം കൊണ്ട് എന്ത് വികസന നേട്ടങ്ങളാണ് ഈ വാർഡിനകത്ത് മെമ്പർ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ പഞ്ചായത്തിൻ്റെ രൂപീകൃതമായ കാലം മുതൽ ഈ വാർഡിൽ UDFൻ്റെ മെമ്പർ അല്ലാത്ത വേറെ മെമ്പർ ഉണ്ടായിട്ടില്ല. എന്നാൽ UDFൻ്റെ മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ ഇല്ല എന്ന് തന്നെ പറയാത്ത രീതിയിൽ അവിടെ നടന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും തകർന്നിറങ്ങി കിടന്നിരുന്ന റോഡാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുമാണ്. ചങ്ങരോട് സെൻറ്ററോട് ബന്ധിപ്പിക്കുന്ന, അതേപോലെ തന്നെ ചിറക്കൽ പഴഞ്ഞ് ആ ഭാഗത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗതമുള്ള റോഡ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഇവിടുത്തെ ഞങ്ങളെപ്പോലത്തെ വേണ്ടപ്പെട്ട ആളുകളുടെ നിരന്തരം സമ്മർദ്ദത്തിൽ ഇതായിട്ടാണ് ആരിഫ നാസർ, ഇവിടുത്തെ ജില്ലാ ഡിവിഷൻ ജയിച്ചു പോയ മെമ്പർ ആരിഫ നാസർ ഈ റോഡിന് 50 ലക്ഷം രൂപ ഫണ്ട് വെക്കുകയാണ്. അങ്ങനെയാണ് ഈ റോഡ് ഇത്തിരി നല്ല രീതിയിൽ ഇവിടെ പ്രാവർത്തികമായത്. എന്നാൽ ഇവിടുത്തെ മെമ്പർ 10 വർഷത്തോളം
ഇവിടെ മെമ്പറായി നിന്നിരുന്ന ആൾ ഇവിടെ എന്ത് വികസനം പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിക്കാൻ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ആനുകൂല്യം എത്തിക്കുന്ന ഒരു ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മനോഭാവമല്ല. എല്ലാവിധ ജനങ്ങൾക്കും അതിന്റെ ആനുകൂല്യം കിട്ടണം എന്നുള്ള ഒരു പ്രവർത്തനമാണ് എല്ലാവർക്കും. വ്യക്തിഗത ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിന്നിട്ടുണ്ട്. എല്ലാവരിലും എത്തിക്കുന്നില്ല. LDFന്റെ മെമ്പർമാർ അങ്ങനെയല്ല, ആർക്കൊക്കെ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി വേറെ കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഈ മെമ്പർ ഇപ്പോൾ 16-ാം വാർഡിൽ പോയി മത്സരിക്കുന്നെന്ന് കേട്ട് അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താ വേണ്ടത്, ഈ നില തുറന്നു പോകാൻ വേണ്ടി അതോ അതിന് മാറ്റം വന്ന് നല്ല ഒരു മികച്ച രീതിയിൽ പോകണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 60 വർഷമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായിട്ടുള്ളത്. 2020 മുതൽ 25 വരെ ഉള്ള ഈ ഒരു അവസാന കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ടേമുകളും ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ വന്നത് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്തുകളാണ്. അവർ തന്നെ പറയുന്നു 60 വർഷത്തിൽ 55 വർഷവും ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിച്ചത് എന്ന്. ആ 55 വർഷത്തെ വികസനവും 5 വർഷത്തെ വികസനവും വോട്ടർമാരായ നിങ്ങൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഉത്തമമായ ആളുകൾക്ക് നിങ്ങളുടെ വോട്ടുകൾ നൽകി.